ഹായ് ഫ്രണ്ട്സ്, മാൾ കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു മത്തിക്കറിയും കായും വൻപയറും കൊണ്ടുള്ള ഒരു തോരനുമാണ്. മത്തി കറി വെക്കുന്നതും കായും പയറും കൊണ്ടുള്ള തോരനും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. കറിക്കായിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. വലിയ മത്തി ആയതുകൊണ്ടാണ് കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന്. ഞാൻ മത്തിയെല്ലാം ഒന്ന് വെട്ടി കഴുകി ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാമേ. കറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുകും ഉലുവായും എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ചതച്ചതാണ്. ഒരു 10-12 ചുവന്നുള്ളിയോളം ചതച്ചെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചതച്ച് തന്നെ ചേർക്കണേ. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പുമെല്ലാം കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്ന ഉള്ളിയെല്ലാം തവിയുടെ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നടുഭാഗത്തുള്ള എണ്ണയിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം തിളച്ച് വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. ചാറെല്ലാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിക്കായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പുളിയാണ്. 10 ഇരുമ്പുളി 4ആയിട്ട് കീറിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഒരു കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയെല്ലാം ചേർത്ത ശേഷം ഇനി കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തിയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം തവിയൊണ്ടെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കറിയുടെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കറി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ അടപ്പ് മാറ്റി കറി ഒന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. ഇപ്പോൾ കറി ചാറൊക്കെ ഒന്ന് കുറുകി പറ്റി വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു മത്തിക്കറിയായിരുന്നു ഇത്. ഇരുമ്പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ മത്തിയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. നിങ്ങളും ഇതുപോലെ ഇരുമ്പുളിയൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചതച്ച് താളിച്ചൊന്ന് വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കായും വൻപയറും കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
കായ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെന്ത് കിട്ടുന്നതിനാവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കായിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കായും ഉപ്പും വെള്ളവും എല്ലാം ഒന്ന് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടി തവികൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കായ ഒരു 3/4 ഭാഗം വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാന്താരി ചേർത്ത് കൊടുക്കാം. കാന്താരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എരിവിൻ്റെ അനുസരിച്ച് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് തേങ്ങ എല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് കായിലെ വെള്ളമെല്ലാം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് വൻപയർ വേവിച്ചതാണ്. ഞാൻ 1/4 കപ്പ് വൻപയറെ കുക്കറിലിട്ട് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് കായുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയാണ്. കായും തേങ്ങാപ്പീരയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ച് തേങ്ങാപ്പീരയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആവി കയറി തേങ്ങാപ്പീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തോരനൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഉള്ള വെള്ളമയമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. കാതോരനിലെ വെള്ളമയമൊക്കെ മാറി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുകും കറിവേപ്പിലയും എല്ലാം വെളിച്ചെണ്ണയിൽ താളിച്ച് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്ത് കൊടുത്ത ശേഷം തോരനെല്ലാം തവികൊണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കായും വൻപയറും കൊണ്ടുള്ള തോരനാണ്. ഇരുമ്പുളി ചേർത്ത മത്തിക്കറിയും കായും വൻപയറും കൊണ്ടുള്ള തോരനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.